ലാസ്റ്റ് വീഡിയോസിലൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ നാട്ടിലേക്ക് പോരാനുള്ള തയ്യാറെടുപ്പൊക്കെ എന്നുള്ളത്. അങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് 1-ാം തീയതി മുതൽ 13-ാം തീയതി വരെ കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു. ഓഫൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2 ശനിയാഴ്ചയും തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഓഫൊന്നും ഉണ്ടായിരുന്നില്ല. പെൻഡിങ് ഓഫായിട്ട് ഞാൻ ബുധനാഴ്ച ജോലിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ദിവസങ്ങളിലൊക്കെ ആയിട്ട് യാത്ര അക്കോമഡേഷനിൽ താമസിച്ചിരുന്നോടത്തൊക്കെ പോയി വന്നതാണ്. പിന്നെ 13-ാം തീയതി ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് അലൈൻ്റെ ഒരു ദൃശ്യമാണ് ഞാൻ അവിടെ നിന്ന് പോരണ ഇത് അലൈൻ്റെ സെൻറ്ററിൽ നിന്ന്. അങ്ങനെ പിന്നെ റൂമെത്തി. പിന്നെ റൂമിൽ നിന്ന് നേരിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ വന്ന് കിടന്ന്. പിന്നെ എനിക്ക് കുറേ അലക്കാനും, അതായത് ഓഫൊന്നും ഇല്ലാത്ത കാരണം കുറേ വൃത്തിയാക്കാനും എടുത്തു വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെയിറ്റ് കുറച്ച് ബാലൻസ് കൂടുതൽ വന്നതൊക്കെ ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഒക്കെ ക്ലീനാക്കി എടുത്തു വെച്ച്. പിന്നെ ഒരുപാട് വൃത്തിയാക്കാനും യൂണിഫോം എടുത്തു വെക്കാനും അങ്ങനെ അലക്കി ഉണക്കി അടക്കി എടുത്തു വെക്കാനും പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ രാവിലെ കണ്ട ഒരു അവസ്ഥ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ സെറ്റാക്കി എൻ്റെ ഒരാളുടെ പവർ കൊണ്ട് തന്നെ, അൽഹംദുലില്ലാ. അങ്ങനെ പിന്നെ രാത്രി അലൈനിന്ന് രാത്രി 8 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി. 9:30 10 മണി 10:30 ഏകദേശം ആ ഒരു സമയത്തോടുകൂടി അബുദാബി ടെർമിനലിൽ വന്ന് അവിടെ നിന്ന് ഇൻഡിഗോയിലായിരുന്നു യാത്ര. അൽഹംദുലില്ലാ നല്ല യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നേർച്ചു കഴിഞ്ഞിരുന്ന ആ ഒരു സ്വഭാവം കഴിഞ്ഞ വർഷം ഇപ്പൊ പറഞ്ഞ പോലെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല സന്തോഷമുള്ള ഒരു യാത്രയായിരുന്നു. പിന്നെ ഒരു വിഷമം ആകെ 37 ദിവസം ലീവ് ഉള്ളൂ. പിന്നെ ഇതൊക്കെ രാവിലെ ഒരു 8:30 സമയത്താണ് ഞാൻ വന്നിറങ്ങിയത്. വിൻഡോ സീറ്റ് കിട്ടാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ അവർ ബസ്സിൽ നമ്മളാക്കലല്ലേ ചെയ്യുക. അപ്പം എടുത്ത കുഞ്ഞു ക്ലിപ്പാണ്. പിന്നെ ഞാൻ ഒരു തൃശ്ശൂർക്കാരിയാണ്. അപ്പം ആ തൃശ്ശൂരിൻ്റെ ആ ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. ഇതെൻ്റെ സ്വന്തം നാട് കോണത്തുകുന്ന്. അങ്ങനെ വീട്ടിലേക്ക് എത്താനുള്ള ആ ഒരു വ്യഗ്രതയിൽ നാടൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷം എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. ആകെ 37 ദിവസമുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇൻഷാ അല്ലാഹ് ജൂൺ 21 തിരിച്ചു പോകും. കുഞ്ഞു വീഡിയോസൊക്കെ ഇതിലുണ്ടാവും. വീട്ടിൽ വന്ന് മക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടും കേട്ടൊക്കെ സന്തോഷിച്ചു. പിന്നെ യാ അല്ലാഹ് ഉറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴാണ് എണീച്ചത്. രാവിലെ മടയിന്ന് കുറച്ച് ചായയും പത്തിരിയും ചിക്കനൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിന്നെ എനിക്ക് ഓർമ്മയും കൂടി ഇല്ല ഏതാ സംഭവിച്ചെന്ന്. പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. അവർക്ക് കൊണ്ടുവന്നത് അവർക്കുള്ളതല്ലേ. പിന്നെ അതിൽ നമുക്ക് കൈയിട്ട് പിന്നെ മക്കളുടെ ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയത് ഓർമ്മയുണ്ട്. രാത്രിയിൽ ഭക്ഷണം